नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 63. നൃഗരാജാവിൻ്റെ കഥ. പേജ് നമ്പർ 622. ഈ വലിയ ഗൗളി വാസ്തവത്തിൽ നൃഗരാജാവായിരുന്നു. പരമപുരുഷൻ ഇത്തരത്തിൽ അദ്ദേഹത്തോടു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സൂര്യപ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന കിരീടം മണ്ണിൽ സ്പർശിക്കും വിധം ഭഗവാന്റെ മുമ്പിൽ കുനിച്ചു നമസ്കരിച്ച് സർവേശ്വരന് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനേ, ഇക്ഷ്വാകുപുത്രനായ നൃഗൻ എന്ന രാജാവാണ് ഞാൻ. ദാനവീരന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരും അങ്ങു കേട്ടിരിക്കുമെന്ന് എനിക്കുറപ്പാണ്. ഭഗവാനേ, അങ്ങു തന്നെ സാക്ഷി. ജീവാത്മാക്കൾ ചെയ്തിട്ടുള്ള ഓരോ കർമ്മവും കഴിഞ്ഞു പോയതും ഇപ്പോഴത്തേതും ഇനി വരാൻ പോകുന്നതുമായതെല്ലാം അങ്ങേക്കറിവുള്ളതാണ്. അവിടുത്തെ നിത്യമായ ബോധത്തിൽ നിന്നും ഒന്നും ഒളിച്ചുവയ്ക്കാനാവില്ല. എന്നിട്ടും എൻ്റെ ചരിത്രം വിശദീകരിക്കാൻ അവിടുന്ന് കൽപ്പിക്കുന്നു. അതിനാൽ ഞാൻ എൻ്റെ കഥ മുഴുവൻ പറയാം. നൃഗൻ തൻ്റെ കർമ്മകാണ്ഡത്തിലെ പ്രവർത്തനങ്ങൾ മൂലം തനിക്കു സംഭവിച്ച അധപതനത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം വലിയ ധർമ്മനിഷ്ഠനായിരുന്നു. ഭൂമിയിലെ പൊടിയുടെയും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും വർഷപാതത്തിൻ്റെ എണ്ണത്തിന് സമം പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തിരുന്നത്രേ. വൈദികാനുഷ്ഠാനമനുസരിച്ച് ധർമ്മിഷ്ഠൻ ബ്രാഹ്മണർക്കു പശുക്കളെ ദാനം ചെയ്യണമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. നൃഗമഹാരാജാവ് ആത്മാർത്ഥമായി ഈ തത്വം പാലിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നു വെളിവാക്കുന്നു. എന്നിരുന്നാലും ഒരു നിസാരമായ തെറ്റുമൂലം അദ്ദേഹം ഗൗളിയുടെ ജന്മം സ്വീകരിക്കാൻ നിർബന്ധിതനായി. അതുകൊണ്ടാണ് ധർമ്മനിരതനായ ഒരുവൻ ദാനധർമ്മങ്ങളിൽ നിന്നു നേട്ടമുണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ദാനം കൃഷ്ണനെ പ്രീതിപ്പെടുത്താനുദ്ദേശിച്ചു വേണം ചെയ്യാൻ എന്നു ഭഗവത്ഗീതയിൽ പറയുന്നത്. ദാനം ചെയ്യുക എന്നാൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാണർത്ഥം. പുണ്യകർമ്മങ്ങളുടെ ഫലമായി ഒരുവൻ ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടേക്കാം. പക്ഷേ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടുവെന്നു വച്ച് അവിടെ നിന്നു പതനമില്ലെന്നുറപ്പില്ല. മറിച്ച് ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങൾ, അവ എത്ര തന്നെ ധാർമ്മികമായാലും
നമുക്ക് നിത്യാനന്ദം നൽകില്ലെന്നു മൃഗകഥ വ്യക്തമായി തെളിയിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ പാപകർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ എന്തുതന്നെയായാലും പരമപുരുഷനു വേണ്ടിയുള്ള യജ്ഞമായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അവയുടെ ഫലം മനുഷ്യനെ ബാധിക്കും. ദാനം ചെയ്യപ്പെട്ട പശുക്കൾ സാധാരണ പശുക്കളായിരുന്നില്ല. അവയെല്ലാം യൗവനദശയിലെത്തിത്തുടങ്ങുന്നവയായിരുന്നു. ഒരു തവണ മാത്രം പ്രസവിച്ചവ. അകിടുനിറയെ പാലുള്ളവയും ആരോഗ്യമുള്ളവയും ശാന്തശീലരുമായിരുന്നു. നിയമപരമായി സമ്പാദിച്ച പണം കൊണ്ടു വാങ്ങിയവയുമായിരുന്നു. സ്വർണം പൂശിയതായിരുന്നു അവയുടെ കൊമ്പ്. കുളമ്പുകളിൽ വെള്ളി കെട്ടിച്ചിരുന്നു. അവയെ മുത്തുകളും മുത്തുമാലകളും തുന്നിപ്പിടിപ്പിച്ച പട്ടാമ്പരങ്ങൾ ധരിപ്പിച്ചിരുന്നു. വെറും കൊള്ളരുതാത്തവർക്കല്ല ഇവയെ ദാനം ചെയ്തിരുന്നത്. ഒന്നാം കിട ബ്രാഹ്മണർക്കായിരുന്നു. ആ ബ്രാഹ്മണരും വസ്ത്രഭൂഷാദികൾ കൊണ്ട് അലംകൃതരായിരുന്നു. സർവയോഗ്യതകളും തികഞ്ഞവരായിരുന്നു. ഈ ബ്രാഹ്മണർ സമ്പന്നരായിരുന്നില്ല. അവരുടെ കുടുംബാംഗങ്ങളും അരിഷ്ടിച്ചാണ് നിത്യവൃത്തി കഴിച്ചിരുന്നത്. ക്ഷത്രിയരെയോ വൈശ്യരെയോ പോലെ ഒരു യഥാർത്ഥ ബ്രാഹ്മണൻ ആർഭാടപരമായ ജീവിതത്തിനായി പണം കുമിച്ചു കൂട്ടാറില്ല. മറിച്ചു മിക്കവാറും ദരിദ്രാവസ്ഥയിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം. ധനം മനസ്സിനെ ഭൗതിക ജീവിത മാർഗത്തിലേക്കു തിരിച്ചുവിടുമെന്ന് അവർക്കറിയാമായിരുന്നു. ഈ രീതിയിൽ ജീവിക്കുക എന്നതു യോഗ്യനായ ബ്രാഹ്മണന്റെ വ്രതമാണ്. പ്രോന്നതമായ ഈ വ്രതത്തിൽ നിഷ്ഠരായിരുന്നു ഈ ബ്രാഹ്മണരൊക്കെ. അവരൊക്കെ വേദപണ്ഡിതന്മാരുമായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിഷ്ഠയോടെ തപോനുഷ്ഠാനങ്ങൾ നടത്തിയവരും ഉദാരമതികളും യോഗ്യരായ ബ്രാഹ്മണരുടെ നിലവാരം സൂക്ഷിച്ചിരുന്നവരുമായിരുന്നു. എല്ലാവരോടും തുല്യ സൗഹൃദം പുലർത്തിയിരുന്നു. സർവോപരി യുവാക്കളും യോഗ്യരായ ബ്രാഹ്മണരെപ്പോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. പശുക്കൾക്കു പുറമെ ഭൂമി, സ്വർണം, ഭവനങ്ങൾ, കുതിരകൾ, ആനകൾ എന്നിവയും അവർക്കു ദാനമായി നൽകിയിരുന്നു. അവിവാഹിതർക്ക് ഭാര്യമാർ, ദാസികൾ, ധാന്യം, വെള്ളി, ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, രഥങ്ങൾ തുടങ്ങിയവയും ദാനവസ്തുക്കളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ ദാനകർമ്മങ്ങളൊക്കെ വൈദികാനുഷ്ഠാനങ്ങളുടെ ഒരു യജ്ഞമായിട്ടാണ് നടത്തിയിരുന്നത്. ബ്രാഹ്മണർക്കു ഉപഹാരങ്ങൾ നൽകിയെന്നു മാത്രമല്ല, മറ്റു ധാർമ്മിക കാര്യങ്ങളും കിണറു കുഴിക്കുക, പാതവക്കിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, കുളങ്ങൾ കുഴിക്കുക താൻ ചെയ്തിരുന്നതായി രാജാവ് പറഞ്ഞു. ഹരേ കൃഷ്ണ.